Hello guys, welcome to our channel Gyan's World of Joy. ഞങ്ങളുടെ കുറച്ച് സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയതാണ്. ഇവിടെ ഈ ഒരു ലൊക്കേഷൻ വേറാന്ന് പറയും. ഈ ഒരു ലൊക്കേഷൻ ഒരു സ്ഥലം വരെ വന്നതാണ്. ഈ രീതിയിൽ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു പ്ലേസ് കണ്ടത്. ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇത് കോർണിഷ് ഏരിയ ആണ്. ഒത്തിരി വിസിറ്റേഴ്സ് ഇവിടെ ആൾക്കാർ മെയിൻ ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി കിളികൾ, ഒത്തിരി ബേർഡ്സ് ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നമ്മൾ ഒരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒത്തിരി പേര് ഇവിടെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കുറേ ബേർഡ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഈ നേച്ചർ ലവേഴ്സിന് ഇങ്ങനെയുള്ളൊരു പ്ലേസ് കണ്ടാൽ നമുക്ക് വിടാനേ തോന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങി ഇങ്ങനെ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെറിയ പോലെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി നടക്കുന്ന കണ്ടില്ലേ, അത് ആക്ച്വലി ബേർഡ്സ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് കാണുമ്പോൾ കുറേ എന്തോ ഒരു വെളുത്ത സാധനങ്ങൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പോലെ തോന്നും, ബട്ട് അത് ബേർഡ്സ് ആണ്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ ഇവിടെ നമ്മൾ അടുത്ത് നമ്മളൊരു ഏരിയയിൽ വന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു വ്യൂ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി ഇവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയായി. ഓക്കെ, ഞാനും അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. സ്കേറി വേവ്സ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ദുബായിലെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല കാറ്റുണ്ട്. ആക്ച്വലി വിന്റർ ടൈം ആയതുകൊണ്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട്, വെയിലുണ്ട്, ബട്ട് വെയിലുണ്ടെങ്കിൽ കൂടെയും നമുക്ക് ആ വെയിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നേ ഇല്ല. നല്ല കാറ്റുണ്ട് ഈ ഏരിയയിൽ. കണ്ടോ, ബിൽഡിങ്സ് ഒക്കെ നോക്കി നിങ്ങൾ. എന്താ പ്രോബ്ലം? Water will be polluted, no? സോ നമ്മൾക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ജേർണി എന്ന് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ സൈഡിൽ ലോണൊക്കെ ഉണ്ട്. ആ ലോണിലൊക്കെ സീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് ഈവനിങ് ടൈമിൽ വരുവാണെങ്കിൽ വെയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ വ്യൂ നമുക്ക് ആസ്വദിക്കാം. അയ്യോ, അതിലൊരു കിളി ചത്ത് കിടക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ധ്യാൻ, ഇവിടെ നമ്മൾക്ക് ഹോട്ടൽസ് എല്ലാം ഉണ്ട്. നമുക്ക് ഈ ഒരു കോർണിഷ് ഏരിയയിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഉള്ള എല്ലാ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു വ്യൂ കണ്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല രസമല്ലേ? എന്നിട്ടുണ്ടെങ്കിൽ ടിക്ടോക്ക് എടുക്കാം. പിന്നെ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്ന് നല്ല ഫോട്ടോഗ്രാഫ്സ് എടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇവിടെ സൈക്ലിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ മെയിൻലി നമുക്ക് ഈ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. ഭക്ഷണം കഴിക്കാൻ കുറച്ച് ഇവിടെ വന്നിരുന്ന് നല്ല രസമാണ്. ഇവിടെ വിന്റർ ടൈമിൽ പ്രത്യേകിച്ച് ഇവിടെ വന്നിരിക്കും, നല്ല രസമായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഷാർജ കോർണിഷ് ഏരിയയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് മോനെ കണ്ടില്ല, അവൻ ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ എന്തായിരിക്കും അതിനർത്ഥം? നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കണം. സോ നമ്മളിപ്പോൾ അജ്മാൻ റൂട്ടിലേക്ക് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ റെസ്റ്റോറൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി ആഹാരം കഴിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ അതെ മലബാർ തട്ടുകട, അജ്മാനിലെ മലബാർ തട്ടുകടയുടെ ഫ്രണ്ടിൽ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഈ റെസ്റ്റോറന്റിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കിട്ടിയത് നാട്ടിലെത്തിയ തന്നെ ഒരു ഫീലാണ്. ഒരു പ്രത്യേക ആംബിയൻസ് ആണ് അതിന്റെ ഉള്ളിൽ. പിന്നെ പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെട്ടുവെള്ളത്തിന്റെ മാതൃകയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് ഈ ഒരു റെസ്റ്റോറന്റിന്. ചൂടുള്ള പൊറോട്ട എത്തി. ഇത് നമ്മുടെ എന്താണ്, ചിക്കൻ ഫ്രൈ ആണ്.
ഇത് നമ്മുടെ ബീഫ് ഫ്രൈ. ഇനി നമുക്കിതെല്ലാം നമുക്കിപ്പോൾ കഴിച്ച് തീർക്കണം. ഗ്രേവി ഗ്രേവി ഉണ്ട്, ചൂട് പൊറോട്ട. നാരങ്ങ മിഠായി, എന്തൊക്കെയത് പഴയ എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ നമ്മുടെ. ഇത് കഴിച്ചിട്ട് ഇഞ്ചി മിഠായി അല്ല. ഇപ്പോൾ നമ്മളുടെ ഫുഡ് അടിച്ച് നന്നായിട്ട് നിറഞ്ഞു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. നമ്മൾ അത്യാവശ്യം പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു, ആഹാരം കഴിച്ചു. ഇപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാരണം അത് പ്രസ് ചെയ്താലേ നമുക്ക് അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ സീ യു നെക്സ്റ്റ് ടൈം. അതിൽ ബൈ.